അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. 2024 അവസാനിക്കാൻ പോവാണല്ലേ. 2025 ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും നല്ലൊരു തുടക്കമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ, നല്ലൊരു തുടക്കമായിരിക്കട്ടെ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2024 നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് പോവേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് 2024 തന്നെ നമ്മൾ അവസാനിപ്പിച്ച് 2025 ഒരു ഫ്രഷ് ബിഗിനിങ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന ഒരു 15 കാര്യങ്ങളാണ് കേട്ടോ 2024 അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനും അതേപോലെ വെൽ ബീയിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 15 പോയിന്റ്സ് ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നാക്ക് ഒന്നിച്ച പോലെ ഉണ്ടാവും ചിലപ്പോൾ, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. എൻ്റെ മുണ്ടിനീര് ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ബൾബ് പോലെ വീർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പെയിൻ കില്ലർ എടുക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം തന്നെ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഐ ഗോട്ട് ദ പ്ലാനർ. അപ്പോൾ എനിക്ക് ഈ പ്ലാനറുടെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബർ കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് ആർക്കെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ പ്ലാനർ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഹെൽപ്പ് ആവുമെന്ന് കരുതിയിട്ടാണ് ഇപ്പം തന്നെ വീഡിയോ ചെയ്യുന്നത്. ഇടയ്ക്ക് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എന്താ ക്യാഷിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പൈസയാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാലത്തോളം ഞാൻ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്തിട്ട്, അതായത് 1 രൂപ പോലും വാങ്ങിക്കാത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാലങ്ങളോളം ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് സിംഗിൾ പൈ പോലും, അതായത് 1 രൂപ പോലും ഞാൻ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ആയിട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ പറഞ്ഞാൽ ആഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആഡുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഹറാമായ ആഡുകളിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പിന്നെ ഈ എമൗണ്ട് നമുക്ക് പൊതു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്താലും ഡിസേബിൾ ചെയ്താലും നമുക്ക് അതിൽ നിന്ന് ആഡ്സ് അവർ കാണിക്കും. അപ്പോൾ അത് കാണിക്കുന്ന ആഡ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തിട്ട് ആ ആഡ്സിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് പേയ്മെൻറ്റ് എടുക്കാം. അത് നമുക്ക് ചാരിറ്റിക്കോ അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു അറിവിൻ്റെ ബേസിസിലാണ് ഇപ്പം നമ്മൾ ഇത് ഓൺ ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നത് ക്യാഷിന് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബിക്കോസ് അത് അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ ഇറ്റ് റിയലി ഹേർട്സ്. അതെന്താ വെച്ചാൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുറേ ആളുകൾക്ക് അറിയാം കേട്ടോ, എൻ്റെ കൂടെ കുറേ കാലങ്ങളായിട്ട് കൂടെയുള്ള ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ചില കോമൻസ് ഇടുന്നത്, ഇവിടെ നിറയെ കൊതുകുണ്ട് കേട്ടോ, ചിലപ്പോൾ ചില കോമൻസ് ഇടുന്നത് നമ്മുടെ ചങ്കിക്കൊള്ളും. കാരണം നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ ഉദ്ദേശിച്ച് എന്നുള്ളൊരു സാധനം. സാധാരണഗതിയിൽ ഞാൻ ഇതൊന്നും എടുത്ത് വെക്കാറില്ല. ഇപ്പം എന്താണെന്നറിയില്ല, ഈ മുണ്ടിനീര് വന്ന ശേഷം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. ഗ്രോ അപ്പ് ഐഷ. ഓക്കെ, അപ്പോൾ നമുക്ക് 2024 നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് 2025 പോകേണ്ടുന്ന കാര്യങ്ങൾ നോക്കാം. മരിയ ജോൺസന്റെ ഒരു കോട്ട് ഉണ്ട്, നോബഡി ക്യാൻ ഗോ ബാക്ക് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ബിഗിനിങ് ബട്ട് എനിവൺ ക്യാൻ സ്റ്റാർട്ട് ടുഡേ ആൻഡ് മേക്ക് എ ന്യൂ എൻഡിങ് എന്നുള്ളത് ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ്. അതായത് നമുക്ക് നമ്മുടെ പാസ്റ്റിലോട്ട് പോയിട്ട് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം കഴിഞ്ഞു, 2024 ഇവിടെ അവസാനിച്ചു. ഇത് 2025 വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ അവസാന സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് ഒരു എൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളി പര്യവസാനമാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറ്റും. ഒരു 2 ഇയർ മുന്നേ തുടങ്ങി, ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത്, വീണ്ടും ഒരു വർഷത്തെ ഗ്യാപ്പ്, 3 ഇയർ മുന്നേ തുടങ്ങി 1 വർഷത്തെ ഗ്യാപ്പ് എടുത്ത് വീണ്ടും ചാനൽ ആക്റ്റീവ് ആക്കി, വീണ്ടും ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് എടുത്ത് പിന്നെ വീണ്ടും ചാനൽ ആക്റ്റീവ് ആക്കി, അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇത് തന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യായിരുന്നെങ്കിൽ മേ ബി ഇപ്പം ചാനൽ വലിയൊരു ഗ്രോത്തിലെത്തി നിൽക്കുന്നുണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സ്റ്റിൽ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും എനിക്ക് എന്നെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്ന റീസൺസ് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ ഗ്രോത്തിലും നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇപ്പം നിങ്ങളൊരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവുക. കറക്റ്റ് ഈ ന്യൂ ഇയറിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറയില്ല, നമ്മൾ ജനുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഫ്ലോപ്പായിട്ട് പോകാറുണ്ട് പലർക്കും. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുത്ത് തുടങ്ങുക കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ആ 15 പോയിന്റ്സിലോട്ട് പോവാം. ഇതിനിടയ്ക്ക് ഞാൻ മറ്റേ പ്ലാനർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ലൈഫിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും ഇൻഷാ അല്ലാ. ഓക്കെ,
ഫസ്റ്റ് പോയിന്റ് ആണ് സ്പെൻഡിങ് ടൈം വിത്ത് റോങ് പേഴ്സൺ. തെറ്റായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരുന്ന, നിങ്ങൾക്ക് ഒരു മോശം എക്സ്പീരിയൻസ് തരുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയത്തെ കൊണ്ട് നശിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലോട്ട്, അതായത് ഒരു 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. പല ആളുകളും നിങ്ങളുടെ അടുത്ത് നെഗറ്റീവും മറ്റു പലർക്കും പോസിറ്റീവും ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ലോകത്തുള്ള മുഴുവൻ, ഇപ്പൊ 90% ആൾക്കാർക്ക് ചാനൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു 10% ആൾക്കാർക്ക് വീഡിയോ കാണുന്നവർക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ 90% ആളുകൾക്ക് ഞാൻ നല്ലതും 10% ആളുകൾക്ക് ഞാൻ നന്നല്ലാത്തതും ആയിരിക്കും. അത് അവരുടെ കുഴപ്പമോ എൻ്റെ കുഴപ്പമോ അല്ല. പക്ഷേ ഈ 10% ആളുകൾ എൻ്റെ അടുത്ത് കണക്റ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ 10%ന്റെ പുറകെ പോയി സമയം ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഇങ്ങനെ ഒരു കമന്റിന് ഒരു റിപ്ലൈയോ എന്തെങ്കിലും കൊടുത്തിട്ട് ഈ 10% ആളുകളെയും അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ ഡിഡ്. ഓക്കെ, ഇപ്പം ഞാൻ ഇതുപോലെ ഒരു റിപ്ലൈ കൊടുത്തു, ഒരാൾക്കുള്ള റിപ്ലൈ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു റിപ്ലൈ ആയിട്ട് കൊടുത്ത് ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചു. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റോങ് ആയിട്ടുള്ള പേഴ്സൺസിനെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് പോയിന്റ് ആണ് സ്റ്റോപ്പ് ലൈങ് ടു യുവർ സെൽഫ് എന്നുള്ളത്. നിങ്ങൾ നിങ്ങളോട് തന്നെ പലപ്പോഴും കള്ളം പറയുന്നുണ്ട്. എന്നെയും കൊണ്ട് പറ്റൂല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല, എൻ്റെ ലൈഫിൽ ഒന്നും നല്ലത് സംഭവിക്കൂല. ഇതൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ട്. നിങ്ങളുടെ സ്ട്രോങ് ബിലീഫിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫ് കുറേയൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതൊരു ഫാക്റ്റ് ആണ് കേട്ടോ. ബിക്കോസ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് നമ്മുടെ ക്രിയേറ്റർ പറഞ്ഞാണ്, അള്ളാഹിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും അള്ളാഹ് നമ്മുടെ അടുത്ത് എന്നുള്ളത്. അള്ളാഹ് നമ്മളോട് ഒരു കാരുണ്യം ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ലതൊന്നും തരാൻ അള്ളാഹ്ക്ക് പറ്റൂല, തരൂല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, എന്നെപ്പോഴും പഠിച്ചവൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനും പോകുന്നത്. സോ യു ഹാവ് ടു തിങ്ക് പോസിറ്റീവ് ആൻഡ് ഓൾവേസ് ബി ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഓൾവേസ് എപ്പോഴും നമ്മളിങ്ങനെ അള്ളാഹിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഞാൻ എന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞതിനെ മലയാളത്തിൽ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഞാൻ പോലും അറിയാണ്ട് ഇടയ്ക്ക് കയറി വരുന്ന ഒരു സാധനമാണ്. മനഃപൂർവ്വം പറയുന്നതല്ല കേട്ടോ, അത് ഇടയ്ക്ക് എൻ്റെ നാക്കിൽ വരുന്ന ഒരു സാധനമാണ്. പിന്നെ അത് ഓർമ്മ വരുമ്പോൾ അപ്പം തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു മലയാളം കൂടെ എടുത്തിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് മലയാളം മാത്രം അറിയുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. തേർഡ് പോയിന്റ് ആണ് സ്റ്റോപ്പ് റണ്ണിങ് ഫ്രം പ്രോബ്ലംസ് എന്നുള്ളത്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒളിച്ചോടി പോകുന്ന ആൾക്കാരായിരിക്കും ഒട്ടുമിക്ക മീൻസ് ഒരു സ്പെഷ്യൽ കാറ്റഗറി തന്നെ അങ്ങനെയുണ്ട്. ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാതെ ഇഗ്നോർ ചെയ്ത് പോകുന്ന ആൾക്കാർ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുക. അതിന് നേരെ നിന്ന് നിങ്ങൾ ഫേസ് ചെയ്ത് പോകുമ്പോൾ ഇത് മഞ്ഞ് കട്ട പോലെയാണ്. അത് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് അതിങ്ങനെ എന്താ പറയാ, ഭയങ്കര തിക്കായിട്ട് ഹാർഡായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ അടുത്തടുത്ത് പോകുന്ന സമയത്ത് അതിങ്ങനെ അലിഞ്ഞ് ഇല്ലാതായിട്ട് പോകും. അപ്പം നിങ്ങൾ ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുക. ഇപ്പം നിങ്ങൾ പ്രോബ്ലംസിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ആ ഒരു ഹാബിറ്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അടുത്ത വർഷം നിങ്ങളുടെ എന്ത് ചലഞ്ചാണോ അതിനെ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് പോകും. ഓക്കെ, ഞാൻ പ്ലാനർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. 2025 മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ പേഴ്സണൽ പ്ലാനർ ആണ്, ഇസ്ലാമിക് പ്ലാനർ ആണ് കേട്ടോ ഇത്. സോ ഇറ്റ്സ് റിയലി നൈസ്. അതെനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റൂല. ഇതിൽ മീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പേജ് വൈസ് ഇത് കാണിക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഇത് ആർക്കെങ്കിലും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പേജ് വൈസ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഒരാളുടെ എഫേർട്ടാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അയാൾ ഈ പറഞ്ഞ പോലെ ക്യാഷിന് വേണ്ടി മാത്രം പണി ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടണമെന്ന് മാത്രമാണ് ആളുടെ ഇൻറ്റൻഷൻ ഉള്ളത്. ആരെങ്കിലും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാനുള്ള സാമ്പത്തികമുള്ള ആൾക്കാർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുക. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഇത് വർത്താണ് കേട്ടോ. കാരണം ഞാൻ 2024 വാങ്ങിച്ചിട്ടുള്ള എൻ്റെ പ്ലാനർ ഇപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ബുക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ സീരിയസ്ലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് ബുക്സ് ഒക്കെ ചീത്തയായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ പ്ലാനർ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഒരു 1 ഇയർ ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മീ എന്നുള്ള പേര്, ബാക്കി ഡ്രീം, എബൌട്ട്, ഇൻസ്പിറേഷൻ, സ്ട്രെങ്ത്, ഇത് 3 ഇവിടെ എഴുതിയിട്ടുള്ളത്. വയസ്സ്, ഏജ്, എന്താ പറയുക, ഫ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാലണ്ടർ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ്സ് ഉണ്ട്. ബി ലൈക്ക് എ ഡയമണ്ട്, പ്രീഷ്യസ് ആൻഡ് റയർ, നോട്ട് ലൈക്ക് എ സ്റ്റോൺ ഫൗണ്ട് എവ്രിവർ. ഓക്കെ, എല്ലായിടത്തും കാണുന്ന കല്ല് പോലെ ആവരുത്, ഡയമണ്ട് പോലെ ആവണം എന്നുള്ളതാണ് പറയുന്നത്. ഡു നോട്ട് ലോസ് ഹോപ്പ് നോർ ബി സാഡ്, പ്രതീക്ഷ കൈവിടുകയും ചെയ്യരുത്, അതേപോലെ വിഷമിക്കുകയും ചെയ്യരുത്. ഇതൊരു ആയത്തിന്റെ ഷോർട്ടാണെന്ന് തോന്നുന്നു. അള്ളാഹ് ലവ്സ് ദോസ് ഹൂ ടേൺ ഇൻ ടു ഹിം, അള്ളാഹുവിലോട്ട് അടുക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നു.
കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കേട്ടോ. ഹി ലവ്സ് ദോസ് ഹു കീപ്, അതായത് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ. ദോസ് കീപ് ദംസെൽഫ് പ്യുവർ ആൻഡ് ക്ലീൻ, അത് ഏതൊരു വ്യക്തിയാണോ അവന്റെ സ്വന്തത്തോട് ക്ലീൻ ആയിട്ടും പ്യുവർ ആയിട്ടും വെക്കുന്നത് അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഇവിടെ വിഷൻ ബോർഡ് ഉണ്ട്. വിഷൻ ബോർഡ് ഇതിവിടെ വരുന്നുണ്ട്. ഇതിൽ ട്രാവല്, ഗോൾസ്, ഫാമിലി, ഹോബീസ്, കരിയർ, മണി, റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ കുറേ നമ്മളുടെ ഒരു വർഷത്തേക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണോ ചേഞ്ച് ആക്കേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. വെള്ളം കൂടി ഇല്ലാത്ത ആൾക്കാർക്ക് വെള്ളം കൂടി ഇവിടെ എഴുതി വയ്ക്കാം. എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർക്ക് എക്സസൈസ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പുതിയ ഹാബിറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അവിടെ എഴുതി വയ്ക്കാം. ഗോൾസും റിസൾട്ട്സും എഴുതി വെക്കാം കേട്ടോ. കാരണം എന്തൊരു കാര്യം, വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. എന്തൊരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താലാണ് നമുക്കതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടെ ഖുറാൻ ട്രാക്കർ ഉണ്ട്. ജനുവരിയിൽ ഇത്ര, ഫെബ്രുവരിയിൽ ഇത്ര, അങ്ങനെ 31 ദിവസം 30 ദിവസം എന്ന് പറഞ്ഞിട്ട് ഓരോ മാസത്തെയും ഖുറാന്റെ ട്രാക്കർ ഉണ്ട്. നമുക്കിവിടെ ഖുറാൻ എന്താ പറയുക ഓതുന്നത് മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് അതിൻ്റെ നമ്മൾ ഹാപ്പി ആണോ അല്ലേ എന്നുള്ളതിന് ഇമോജി കൊടുത്തിട്ടുണ്ട്, മാഷാ അല്ലാഹ്. പിന്നെ ഇവിടെ ഫാസ്റ്റിംഗ് ട്രാക്കർ ഉണ്ട്. ഇത് നമ്മുടെ നോമ്പ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സുന്നത്ത് നോമ്പുകൾ, അതേപോലെ മിസ് ചെയ്തിട്ടുള്ള സുന്നത്ത് നോമ്പുകൾ, അല്ലെങ്കിൽ ഫർള് നമ്മൾ മിസ് ചെയ്തതിനെ പാച്ചപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ഇത് നമ്മുടെ അറബ് കാലണ്ടറാണ്, അറബ് മാസത്തെ കാലണ്ടർ. ഇവിടെ കഴിഞ്ഞ വർഷത്തെ പ്ലാനറിൽ ഉള്ളതുപോലെ തന്നെ നമാസ് ട്രാക്കറാണ്. അതായത് 5 വക്ത നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ടിക്ക് ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ ടോട്ടലി ഒരു മാസം ആകുമ്പോഴേക്കും എത്ര വക്ത നിസ്കരിച്ചു നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. പിന്നെ ഗോൾ ട്രാക്കർ ഉണ്ട് ഈ ഒരു പേപ്പറിൽ, ഈ ഒരു പേജിൽ. അതായത് എൻ്റെ ടോപ്പ് 3 ഗോൾസ് ഇവിടെ, ടു ഡു ലിസ്റ്റ് ഇവിടെ, പിന്നെ ആക്ഷൻ പ്ലാൻ ഇവിടെ, അതവിടെ ആക്ഷൻ പ്ലാന്, അതിൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെ ഒരു ഗ്രാഫായിട്ട് ഇട്ട്, അതായത് നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ അതിവിടെ എഴുതി വെക്കാം. അതിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ എഴുതി വെക്കാം. ആക്ഷൻ പ്ലാൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എടുത്തു എന്നുള്ളത്. ആൻഡ് ഇത് ഇവിടെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷത്തിലും ഉണ്ടായിരുന്നു. ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്ന നമ്മുടെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ. ഞാൻ സാധാരണ അതാണ് ഇവിടെ എഴുതി വെക്കാറുള്ളത്. കുട്ടി ഉദ്ദേശിച്ചതും അത് തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു പേപ്പർ മാഷാ അല്ലാഹ്, ഇതും കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നതിനാണ്. ഈ ഒരു പേപ്പർ സൂപ്പറാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റീവ് മുസ്ലിം റുട്ടീൻ എന്ന് പറയുന്നത്, തഹജ്ജുദ്, വിത്ർ, ലുഹ, സുബഹ് അതിൻ്റെ സുന്നത്ത്, ലുഹർ അതിൻ്റെ സുന്നത്ത്, മഗ്രിബ് അതിൻ്റെ സുന്നത്ത്, ഇഷ അതിൻ്റെ സുന്നത്ത്, പിന്നെ ഇതിൽ അസറിന് ലുഹറിനെന്ന് എഴുതിയിരിക്കുന്നു കേട്ടോ. പിന്നെ യാസീൻ, പിന്നെ മെയിനായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ പ്ലാനർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, അതേപോലെ സൂറകൾ, പിന്നെ ദിക്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഹംദ് എഴുതാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ, ഹംദ് എഴുതാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ വെൽനസ് ട്രാക്കർ ഉണ്ട്. ഇവിടെ നമ്മുടെ സ്ലീപ്പ് അളക്കുന്നുണ്ട്, പിന്നെ സെൽഫ് കെയർ അളക്കുന്നുണ്ട്, എക്സസൈസ് ഉണ്ട്, മീല് അതുപോലെ വെള്ളമൊക്കെ കുടിക്കുന്നതിൻ്റെ ട്രാക്കർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ അതാണ് കേട്ടോ, ഇങ്ങനെയാണ് കോളം കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്പെൻസ് ട്രാക്കർ ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ്, ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് എത്ര വേണം, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, ഇൻ്റർനെറ്റ്, ഫോണ് ടോട്ടൽ എത്ര വന്നു എന്നുള്ളത്, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഇതിനൊക്കെ നമ്മൾ എത്ര ചിലവഴിച്ചു എന്ന് വരുന്നുണ്ട്, ഷോപ്പിംഗ്, അതേപോലെ മെഡിക്കൽ, ഫിറ്റ്നസ്, ഫാമിലി, എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാത്തിനും പാടെ ചേർത്തിട്ട് നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ളത് നമുക്കിവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് ഈ ഒരു പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് 1480 സംതിങ് ആണ് വരുന്നത്. പേപ്പർ ക്വാളിറ്റി അതേപോലെ ബുക്കിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും വെർത്താണ്. കാരണം അത്രയും എഫേർട്ട് ആ കുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവരെന്തൊക്കെയോ വെൽനസിൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. കൊതുക് സമ്മതിക്കില്ല. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാം. റിയലി സച്ച് എ നൈസ് പേഴ്സൺ, നല്ലൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർ നിങ്ങൾക്ക് പ്ലാനറുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യും. ഇനി ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ പ്ലാനർ വാങ്ങിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കണ്ടിട്ട് നിങ്ങളുടെ സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് പ്ലാനർ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല എളുപ്പം തരട്ടെ എല്ലാവർക്കും.
അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഇതൊരു പെയ്ഡ് കൊളാബ് അല്ല കേട്ടോ, ഞാൻ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് ഈ ഒരു സാധനം മാത്രം മതി എന്ന് തൊട്ട് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പേയ്മെന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം അത്രയും വർത്താണത്. നാലാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ട്രൈങ് ടു ബി സംവൺ. അതായത് നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ പോലെ ആവാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക. മറ്റുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഇൻസ്പയർഡ് ആവാം. അതായത് നമ്മൾ വേറൊരു വ്യക്തിയുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിലോട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയില്ല, എനിഗ്രാം പഠിക്കുന്ന ആളുകൾക്ക് അറിയാം ഒരു 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഹെൽപ്പർ ആണെങ്കിൽ, ഞാനൊരു റെഡിമെയ്ഡ് ഹെൽപ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞാൻ അഡോപ്റ്റ് ചെയ്താൽ ശരിയാവാത്ത കുറേ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവരെ പോലെ ഞാൻ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ സ്വഭാവം മൊത്തത്തിലൊരു കൂടിക്കുഴഞ്ഞൊരു അവസ്ഥയിലെത്തും. അപ്പം നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ആളുകളുടെ കുറച്ച് നല്ല ക്വാളിറ്റീസ് നിങ്ങൾ കോപ്പി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു വ്യക്തി തന്നെ ആവാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക കേട്ടോ. ഓൾവേസ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ പാസ്റ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. പാസ്റ്റിലുള്ള ട്രോമകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ 2024 എത്ര പൊട്ട വർഷമാണെങ്കിലും ഈ ഒറ്റ വർഷത്തോടെ തന്നെ ഇതിനവിടെ ഒഴിവാക്കിയിട്ട് അതിൽ പോസിറ്റീവ്സ് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ അടുത്ത വർഷത്തോട്ട് പോവാം. ആറാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ബീങ് സ്കാഡ് ടു മേക്ക് മിസ്റ്റേക്ക് എന്നുള്ളത്. അതായത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താനായിട്ട് ഒരു പേടിക്കേണ്ട കാര്യമില്ല. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും. എനിക്കൊക്കെ തെറ്റുകളുടെ കുമാരം പറ്റിയിട്ടുണ്ട്. അപ്പോൾ തെറ്റുകൾ വരുത്താൻ വേണ്ടി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് തെറ്റുകൾ പറ്റും. അല്ല പറഞ്ഞത് തെറ്റുകൾ പറ്റും സ്വാഭാവികമായിട്ടും. പക്ഷെ നമ്മളിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അള്ളാഹുവിലോട്ട് തൗബ ചെയ്ത് തിരിച്ചു മടങ്ങുന്നവരാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ക്ഷമിക്കാൻ പഠിക്കുക. അതേപോലെ ദൈവത്തോട്, നിങ്ങളുടെ ക്രിയേറ്ററോട് നിങ്ങൾ ക്ഷമ ചോദിക്കാനും തയ്യാറാവുക. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്തേക്കുക. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ലതായിരിക്കും കേട്ടോ. 7th പോയിന്റ്, സ്റ്റോപ്പ് ഡിപ്പെൻഡിങ് സംവൺ ഫോർ യുവർ ഹാപ്പിനെസ്. നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം ഒഴിവാക്കുക. എനിക്കൊക്കെ നല്ലോണം ഉള്ള ഒരു സ്വഭാവമാണത്. എനിക്ക് അവൻ എൻ്റെ പിന്നാലെ നടന്നാൽ മാത്രമേ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെതായിട്ടുള്ള കുറച്ച് ഹാപ്പിനെസ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങളും അതേപോലെ ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ. 8ാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ് എന്നുള്ളത്. നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ശരിക്കും അതൊന്നും ആയിരിക്കില്ല, വെറുതെ ആലോചിച്ച് കൂട്ടി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു അവസ്ഥ. അത് പാടില്ല കേട്ടോ. ഓവർ തിങ്ക് ചെയ്യരുത്. ഒക്കെ ഒരു പാകത്തിന് മാത്രം ആലോചിച്ച് കൂട്ടി. 9, നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയിട്ട് ചാടി കൊടുക്കാതിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഇവൺ ആരാണെങ്കിലും ഒരു ഓവർ ഇൻറ്റിമസി നിങ്ങളൊരു റോങ് പേഴ്സൻ്റെ അടുത്ത് വെക്കാതിരിക്കുക. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ആണെന്ന് വിചാരിച്ചോ, ആൾ ഭയങ്കര ടോക്സിക് ആണ്, പക്ഷേ സ്റ്റിൽ ഭയങ്കരമായിട്ട് ഇൻറ്റിമസി ഉണ്ടാവും. ഈ ഇൻറ്റിമസി കീപ്പ് ചെയ്യുമ്പോൾ ആർക്കാണ് ഹേർട്ട് ആവുക? നിങ്ങൾക്കാണ് ഹേർട്ട് ആവുക. കാരണം നിങ്ങൾ അയാളുടെ പിന്നാലെ ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ട് നടക്കും, അയാൾ നിങ്ങളെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അപ്പം അത് വേണ്ട. അയാൾ അർഹിക്കുന്ന സ്നേഹം മാത്രം അയാൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക കേട്ടോ. ഇനി ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളും തിരിച്ച് സ്നേഹിക്കുക. ഓക്കെ. 10ാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പ് ലെറ്റിംഗ് അതേഴ്സ് ടു ഗെറ്റിംഗ് യു ഡൗൺ. അതായത് നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ, നിങ്ങളെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. ചില ആളുകളുണ്ട്, അവരെ എന്നെ ഒരാൾക്ക് സങ്കടപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശം ഒരാൾ കേട്ടു അല്ലെങ്കിൽ പറഞ്ഞു എന്നൊരു സാധനം ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഡൗൺ ആവും. ഞാൻ അങ്ങനെ തന്നെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. എന്നെക്കുറിച്ച് ആരും മോശമായിട്ടൊന്നും പറയരുത്. എൻ്റെ പ്രൈഡ്, എൻ്റെ എന്താ പറയുക, ഡിഗ്നിറ്റി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു. ആരെങ്കിലും എന്തേലും എവിടെന്നെങ്കിലൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അത് നാട്ടുകാർ ബാക്കി എന്നെക്കുറിച്ച് ഒന്നും അറിയാണ്ട് വായ തോന്നി വിളിച്ചു പറഞ്ഞ കാര്യമല്ല. പക്ഷെ നമ്മുടെ ഒരു സർക്കിളിൽ നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അങ്ങനെ ആയിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ സെൽഫ് നമ്മളിനെ അറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നമ്മളിനെ അറിയാലോ. പിന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ എന്താ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് ഗ്രാജുവലി ഞാൻ എന്നെ കൊണ്ട് എത്തിച്ചു. അപ്പൊ പിന്നെ എവറിത്തിങ് ഈസ് ഓക്കെ. ഇപ്പം നമ്മൾ അതിന്റെ പിന്നാലെ നടക്കാണ്ടായപ്പോൾ എല്ലാവരും നല്ലത് പറയാൻ തുടങ്ങി. അതാ സത്യം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കുമ്പോഴാണ് നമ്മളെ കുറിച്ച് എല്ലാവരും മോശം പറയാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് എവിടെന്നെങ്കിലൊക്കെ പെറുക്കിയെടുത്തിട്ട് വരാനാണ് കേൾക്കുന്നത്. അതിനങ്ങോട്ട് അവരെ പാട്ടിൽ വിട്ടിട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ നമ്മൾ ചെയ്തത് നല്ലതാണെന്ന്. അപ്പൊ അത് അങ്ങനെ നല്ലതായിട്ട് മാത്രം ചെയ്തുകൊണ്ട് പോവാണെങ്കിൽ ഈ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാർക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടൂല. നമ്മൾ പോസിറ്റീവിനെ മാത്രമല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവരത് ഗ്രാജുവലി നിർത്തിക്കോളും. ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങളും പോവാട്ടോ. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ആലോചിക്കാതിരിക്കും.
11 സ്റ്റോപ്പ് റീസണിങ് ഓർ എക്സ്പ്ലെയിനിങ്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു കാര്യമില്ലാണ്ട് നിങ്ങളെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. കഴിവിന് പരമാവധി അങ്ങനെ വിടുക. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു യൂട്യൂബറാണ്, നിങ്ങളൊരു ചാനലാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് ഒരു മറുപടി കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ. 12ാമത്തെ കാര്യം, സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് വിതൗട്ട് ടേക്കിംഗ് എ ബ്രേക്ക്. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ അത് തളർത്തുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക. ഇനിയിപ്പോൾ ഒരു ജോലി, വീട്ടിൽ ചെയ്യുന്ന ജോലി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് ജോലി ചെയ്ത് തളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രേക്ക് നിങ്ങൾ എടുക്കുക. ഈവൻ ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രാവൽ ചെയ്യുക. നിങ്ങളുടെ സെൽഫ്, നമ്മൾ മനസ്സിനെയും ശരീരത്തെയും ഒന്ന് ഡീടോക്സിഫൈ ചെയ്യുക. ഓക്കെ, അത് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. 13ാമത്തെ പോയിന്റ് ആണ് മൊബൈൽ ഫോൺ. അത് എത്ര സമയം ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിന് നിങ്ങളുടേതായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, അത് നിങ്ങൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കുക. 14 അൺഹെൽത്തി ഹാബിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. വെള്ളം കുടിക്കാതിരിക്കുക, എക്സസൈസ് ചെയ്യാതിരിക്കുക, ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണുക. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. 15ാമത്തെ പോയിന്റ് ആണ് കില്ലിംഗ് ടൈം എന്നുള്ളത്. നമ്മുടെ സമയം വളരെ വളരെ വാല്യുബിൾ ആണ്. അത് നിങ്ങൾ എന്തിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയത്തെ കൊല വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടെ ഞാൻ പറയാം. സമയം ഒരുപാടായി എന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് എഴുതിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല ചെവി വേദന ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശ്രദ്ധ ഈ ചെവിയിലോട്ട് പോകുന്നുണ്ട്. എന്നാലും കൂടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ഇപ്പം ഞാൻ ചുമ്മാ കിടക്കുന്ന സമയത്ത്, ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ ചുമ്മാ കിടക്കാറില്ല, റെസ്റ്റ് എടുക്കാറില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടി ഞാൻ ചുമ്മാ കിടക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എനിക്കൊരു വീഡിയോ എങ്കിലും ചെയ്യണം, ആരോടെങ്കിലും സംസാരിക്കെങ്കിലും ചെയ്യണം, ഒരാളുടെ അടുത്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ കൗൺസിലിംഗ് എങ്കിലും കൊടുക്കണം. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ടാബ്ലറ്റ് എടുത്തു. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം കുറച്ച് ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഐശ്വത പെയിനൊക്കെ കുറഞ്ഞോ, സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വർത്തി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള റീസണും കൂടെ അതാണ് കേട്ടോ. അതിൻ്റെ എത്ര സമയമാണ് ഞാൻ വെറുതെ കടന്ന് തീർക്കുന്നത് എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പഠിക്കുക. 2025 എല്ലാവർക്കും വെർത്തായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.